ഇന്ന് നമ്മളെ ഏറെ സമയമെടുത്ത് ചെയ്യുന്ന വീട്ടുജോലികളൊക്കെ എളുപ്പത്തിൽ തീർക്കാൻ സഹായിക്കുന്ന കുറച്ച് കിടിലൻ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൂടെ തന്നെ അമിത വണ്ണമുള്ളവർക്ക് എക്സസൈസിനോടൊപ്പം ഒരു ഹെൽത്തി ജ്യൂസ് കൂടി ഡെയിലി വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പം വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യത്തെ ടിപ്പ്, കുക്കറിൽ നമ്മളിതുപോലെ പരിപ്പ്, സാമ്പാർ, കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് വിസിൽ വരുമ്പോൾ നമ്മുടെ ലിഡിന് ഉൾവശത്ത് തെറിച്ച് അത് വൃത്തിയാക്കാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടാറുണ്ട്. അതുപോലെ തന്നെ ആ വിസിൽ വരുന്ന ഭാഗത്തൊക്കെ ബ്ലോക്ക് ആവും. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ പരിപ്പൊക്കെ വെക്കുന്ന സമയത്ത് ഏത് കുക്കിംഗ് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ആ വിസിൽ വരുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ലിഡിൻ്റെ ഉൾവശത്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ എന്ത് വേവിച്ചാലും ആ ഒരു ലിഡിൻ്റെ ഉൾവശത്തേക്ക് തെറിച്ച് വരത്തില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉൾവശത്ത് നല്ലപോലെ ആ ഒരു എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ലിഡ് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആ വെയിറ്റ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ കുക്കറിൽ എന്ത് വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിസിൽ വന്നാൽ പുറത്തേക്ക് തെറിക്കത്തില്ല. ഒപ്പം തന്നെ നമ്മുടെ കുക്കർ ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. കണ്ടില്ലേ, നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് ഒട്ടും തന്നെ പുറത്തേക്ക് തെറിച്ച് വന്നിട്ടേ ഇല്ല. നമ്മുടെ കുക്കർ നോക്കി എത്ര നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. പുറവും നീറ്റാണ്, അതുപോലെ തന്നെ ലിഡിൻ്റെ ഉൾവശവും നല്ല നീറ്റാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. അടുത്ത ടിപ്പ്, നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ. അതിന് നമുക്ക് വേണ്ട ഇതുപോലെ കുറച്ച് കുപ്പിയുടെ അടപ്പാണ്, പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് കൂടെ നമുക്ക് വേണം. ഇപ്പം ഞാനൊരു 4-5 കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ അടപ്പുകളൊക്കെ എൻ്റെ സ്റ്റൗവിൻ്റെ സൈഡിലുള്ള വാൾ ടൈലിലാണ് കേട്ടോ ഒട്ടിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 4-5 ഡബിൾ സൈഡ് ടേപ്പ് ഒരേ ലെവലിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ കുപ്പിയുടെ അടപ്പുകളുണ്ടല്ലോ, അടപ്പുകൾ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കത്തി, അതുപോലെ നമ്മുടെ സിസേഴ്സ്, ലൈറ്റർ ഒക്കെ തൂക്കിയിടാനായിട്ട് കഴിയും. എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂണോ ഫോർക്കോ അതുപോലെ തന്നെ കത്തി ഒക്കെ തന്നെ നമുക്ക് ഇവിടെ തൂക്കിയിടാനായിട്ട് കഴിയും കേട്ടോ. ക്രാഫ്റ്റൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈ ഒരു അടപ്പ് കുറച്ച് നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റീവ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇപ്പം കണ്ടില്ലേ, നമ്മൾ നല്ല നീറ്റായിട്ട് ഇവിടെ കത്തിയും അതുപോലെ തന്നെ സിസേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഒഴിഞ്ഞ കുപ്പി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ്. നമ്മൾ വീട്ടമ്മമാരുടെ വലിയൊരു തലവേദനയാണ് സോക്സ് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. ഞാൻ സോക്സ് ഒന്നും വാഷിംഗ് മെഷീനിൽ കഴുകി എടുക്കാറില്ല കേട്ടോ. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുക്കാറ്. ഇങ്ങനെയുള്ള ലൈറ്റ് കളറുള്ള സോക്സുകൾ അല്ലെങ്കിൽ വെള്ള കളറിലൊക്കെയുള്ള സോക്സിൻ്റെ അടിഭാഗത്ത് പറ്റിയിരിക്കുന്ന അഴുക്കുകൾ കഴുകിയെടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു സൂത്രം കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഒഴിഞ്ഞ കുപ്പിയെടുത്ത് അതിലേക്ക് നമ്മൾ സോക്സ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ സോക്സിന് അടിയിൽ പിടിക്കുന്ന കറകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ സോക്സ് വൃത്തിയാക്കുന്നതിലും വളരെ എളുപ്പമായിട്ട് ഈ ഒരു രീതിയിൽ വൃത്തിയാക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുതേ. ഈ ടാൽക്കം പൗഡറേ മുഖത്തിടാൻ മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ ആയാലും മതി കേട്ടോ. ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നമ്മൾ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡർ ഇട്ടതിന് ശേഷമേ ഈ വെള്ളം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. കിച്ചൺ നിറച്ചും നമ്മൾ റൂം സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ മണമാണ്. നല്ലപോലെ വെള്ളം തിളപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത പൗഡറൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിന് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചക്കർപ്പൂരം നല്ലപോലെ കൈ ഉപയോഗിച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഒട്ടുമിക്ക അങ്ങാടിക്കടയിൽ നമുക്ക് പച്ചക്കർപ്പൂരം വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇതിനു മുമ്പും കർപ്പൂരം ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകൾ കാണിക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുള്ളതാണ് ഇതെവിടെ വാങ്ങാൻ കിട്ടുമെന്നുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത കർപ്പൂരവും ഉപ്പുമൊക്കെ നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ഇനി ഈ ഒരു വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കും. നമ്മുടെ വീട് മുഴുവനും നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ പാറ്റ, ചെലന്തിയുടെയൊക്കെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും. ഇപ്പം നമ്മൾ തുടയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് ഫ്ലോറൊക്കെ.
ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ തറയിലൊക്കെ വീണിട്ട് എപ്പോഴും നമ്മുടെ ടൈലൊക്കെ ഒട്ടിപ്പിടിച്ചും കറയൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നിങ്ങളൊന്ന് തുടച്ച് നോക്കും, നല്ല കണ്ണാടി പോലെ തിളങ്ങി കിട്ടും. നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ, അത് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. വീടൊക്കെ നല്ല രീതിയിലൊന്ന് തുടച്ചതിന് ശേഷം ഈ സ്പ്രേ നമ്മൾ കർട്ടനിലും സോഫയിലും ഒക്കെ ഒന്ന് അടിച്ചു നോക്കും. നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ പാറ്റ പല്ലിയുടെയൊക്കെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വിൻഡോയുടെയൊക്കെ സൈഡിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലിയൊക്കെ പെട്ടെന്ന് ഓടിപ്പോകും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇതുപോലൊരു സ്പ്രേ തയ്യാറാക്കിയിട്ട് സോഫയുടെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വിയർപ്പൊക്കെ ഈ ഒരു സോഫയിൽ പറ്റി പിടിച്ചിട്ട് വല്ലാത്തൊരു സ്മെല്ല് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതേ സൊല്യൂഷൻ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റ പല്ലിയൊക്കെ വരുന്നത് ഒഴിവാക്കാനായിട്ട് കഴിയും. അമിതവണ്ണമുള്ളവർക്ക് എക്സസൈസിനോടൊപ്പം തന്നെ ഒരു മാസം നിങ്ങൾ ഈ ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരു മാസം കൊണ്ട് 4 കിലോയാണ് കുറഞ്ഞത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ കറുത്ത ഉഴുന്നാണ്. ഇത് നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു പൊടി ഒരുപാട് തയ്യാറാക്കി വെക്കാറില്ല, ഒരു മാസത്തേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കറുത്തുഴുന്ന് നല്ലതുപോലെ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന പൊടി കൊണ്ട് വണ്ണം മാത്രമല്ല കേട്ടോ കുറയുന്നത്. നമ്മൾ സ്ത്രീകളുടെ സന്തത സഹചാരിയായിട്ടുള്ള നടുവേദന, മുട്ടുവേദന, അതുപോലെ തന്നെ രക്തത്തിൻ്റെ കുറവ്, മുടി കൊഴിച്ചിലിനൊക്കെ ഇത് അടിപൊളിയാണ്. വെറും വയറ്റിൽ നിങ്ങൾ ഒരു മാസം കഴിച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും. ഉഴുന്ന് വറുത്തെടുത്ത് അതേ പാത്രത്തിൽ തന്നെ 2 ടേബിൾ സ്പൂണോളം കറുത്ത എള്ള് കൂടി നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്തതാണ്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ചക്കപ്പലിൻ്റെയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 4-5 ബദാമും കൂടെ ചേർത്ത് കൊടുത്ത് വറുത്തെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് പൊടിച്ച് നല്ല പൗഡർ പോലെ ആക്കിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഒരു മാസം വരെ ഈ ഒരു പൊടി സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന 4 സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യുന്നതിനും ഹെൽത്തിനും ഒക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്ത പൊടി ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്തൊരു ബോക്സിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൂടെ കാണിച്ചു തരാം. ഒരു പാത്രത്തിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേൻ ഒഴിച്ച് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിപ്പം ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഒരു മാസം അടുപ്പിച്ചൊന്ന് കഴിച്ചു നോക്കും. നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം മനസ്സിലാവും കേട്ടോ. ഇതിനോടൊപ്പം തന്നെ എക്സസൈസും ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിപ്പം വെറും വയറ്റിലാണ് ഈ ഒരു ജ്യൂസ് കഴിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് 4 കിലോയോളം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഒരു 45 മിനിറ്റോളം ഞാൻ എക്സസൈസും ചെയ്യാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്പും ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ചും അവസാനം കാണിച്ച ഈ ഒരു ഹെൽത്ത് ഡ്രിങ്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബോഡി വെയിറ്റ് കുറയുമെന്ന് മാത്രമല്ല നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.